നമസ്കാരം. കുറ്റാന്വേഷണ പരമ്പരയിലെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ഒരു മാൻ മിസ്സിംഗ് കേസാണ്. സാറാമ്മ 43 വയസ്സുകാരി, പ്രശസ്തമായ കുന്നേൽ വീട്ടിൽ നിന്നും കാണാതായിരിക്കും. ഈ സംഗതിക്ക് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം അന്വേഷിച്ചു. 6 മാസക്കാലം അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത നേരെ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. കോട്ടയം ക്രൈംബ്രാഞ്ചിൽ പ്രഗത്ഭന്മാർ ആയ ഉദ്യോഗസ്ഥർ അത് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സരസമ്മയെക്കുറിച്ചൊരു വിവരം കിട്ടുന്നില്ല. അതിനൊരു ഒരു അവർ തടസ്സം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പോലീസ് ഓഫീസർമാരുടെ അന്വേഷണത്തെ അവർ പ്രോത്സാഹിപ്പിക്കില്ല. മാത്രമല്ല, ആരെങ്കിലും ഇവിടുന്ന് ഒന്ന് കടുപ്പിച്ചൊന്ന് ചോദിച്ചാൽ ഉടനെ മുകളിൽ നിന്ന് വിളി വരും. അപ്പോൾ ആ ഒരു മാനസിക പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടെ ആയിരിക്കാം ഏതാണ്ട് ഒരു വർഷത്തോട് അടുക്കാറായിട്ടും ഈ സാറാമ്മയുടെ തിരോധാനത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമാക്കാനില്ലാത്തതുകൊണ്ട് ഭരണകക്ഷിക്കാർ തന്നെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഒരു രാഷ്ട്രീയക്കാരും ഈ കേസ് അന്വേഷണത്തിൽ ഇനി ഇടപെടില്ല എന്നൊരു തീരുമാനമെടുത്തതിൻ്റെ ഫലമായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പുതിയൊരു ടീമിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൽ തന്നെ ടീമിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരമാണ് CD ഫയല് ഞാനടങ്ങുന്ന ഒരു സംഘത്തിന് ലഭിച്ചത്. CD ഫയൽ വായിച്ചു നോക്കിയപ്പോൾ ഈ കുന്നേൽ കുടുംബത്തിലെ സാമ്പത്തികമായിട്ട് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവിടുത്തെ ചാച്ചപ്പൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് ഈ സാറാമ്മ, 43 വയസ്സുകാരി. അവർക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. അപ്പോൾ ഈ പെൺമക്കൾക്ക് ഈ വിദേശത്ത് പോയി പഠിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ ചാച്ചപ്പൻ അത് ഇഷ്ടമില്ല. പക്ഷേ ആ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഇവർ 2 മക്കളും വിദേശത്ത് പോയി. ഇവിടുത്തെ സുന്ദരികളായ 2 പെൺമക്കളും പഠിക്കാൻ പോയെടുത്ത് എന്ന് അവരെക്കാൾ സുന്ദരന്മാരായ 2 പുരുഷന്മാരെ, വിദേശ പൗരന്മാരെ കണ്ട് അവിടെ വിവാഹം കഴിച്ച് താമസമായി. അത് ചാച്ചപ്പന് വലിയ മനോവിഷമായി. ചാച്ചപ്പൻ മദ്യത്തിൽ അഭയം തട്ടു. അത് വളരെ നാൾ നീണ്ടുപോയില്ല. അതിൽ തന്നെ മുങ്ങി മരണവും സംഭവിച്ചു. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയത് സാറാമ്മ പിന്നെ ശിഷ്ടകാലം ഭക്തിമാർഗത്തിൽ നടക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരുന്നു. കോട്ടയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദേവദാസന്മാർ ഇങ്ങനെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആളുകളെ നേരിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് വിശിഷ്ടന്മാരുടെ നിറഞ്ഞ സ്ഥലമാണ് കോട്ടയം. മറ്റുള്ള ഇടങ്ങളിൽ ഇല്ല എന്നല്ല, അതിനേക്കാളും കൂടുതൽ കോട്ടയത്താണ്. ഓരോ ദിവസം കൂടുന്തോറും അവരുടെ ആൾ കൂടും. അവിടെ അവരുടെ പ്രാർത്ഥനയിലൊക്കെ ആൾ കൂടും. അത് ഇങ്ങനെ അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഈ യേശുക്രിസ്തുവിനെയാണ് അവർ പ്രകീർത്തിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മറവിലാണ് ഇവർ ഈ പണസമ്പാദനം നടത്തുന്നത്. ഈ യേശുക്രിസ്തു ദരിദ്രൻ്റെ പാഠം പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. ആ ദരിദ്രൻ്റെ പാഠം പഠിപ്പിച്ച ആ യേശുവിൻ്റെ നാമത്തിലാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത്, കൂട്ടിയിട്ടുള്ളത്. ഇത് ദൈവത്തിൻ്റെ യേശുവിനെ തന്നെ പ്രകീർത്തിക്കുകയും, പക്ഷേ അന്ന് ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ട് ഭൂമിയിലില്ലാത്തവൻ, തലചായ്ക്കാൻ ഒരങ്ങുലം ഭൂമി പോലും ഈ സ്വന്തം പേരിലില്ലാതെ നടന്ന മനുഷ്യൻ, പോക്കറ്റുകളില്ലാത്ത വലിയ അങ്കി ധരിച്ച് നടന്നവൻ, ഉടുതുണിയില്ലാതെ കുരിശിൽ കിടന്ന് നിലവിളിച്ചവൻ, അവൻ്റെ കുരിശിൻ്റെ കീഴിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇതിലധികം ഒരു മനുഷ്യനെ പരിഹസിക്കാനുണ്ടാവും? അങ്ങനെ മരിച്ച ക്രിസ്തു, അത് അന്നത്തെ ഭരണാധികാരികളാണ് അത് ചെയ്തതെങ്കിൽ
ഇന്ന് യേശുവിനെ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് അവൻ്റെ മുഖംമൂടി അണിഞ്ഞ അവൻ്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന വിശുദ്ധന്മാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇതിൽ കൂടെ ഒരാളാണ്, ഒരു കുഞ്ഞച്ചൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ സാറാമ്മയെ ചെന്ന് വലയിലാക്കിയത്. ഞാൻ നേരെ സ്വർഗത്തിലെത്തിക്കാം. സാറാമ്മ വീണു പ്രാർത്ഥന. അപ്പോൾ കുറേ നാൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവർ പൊതുവായിട്ടുള്ള പ്രാർത്ഥന കൂടാതെ ഈ വിശുദ്ധന്മാർക്ക് ഈ രഹസ്യ പ്രാർത്ഥനകളുമുണ്ട്. അത് ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു. അത് രഹസ്യമായിട്ട് 2 പേരടങ്ങുന്ന സംഘത്തിനുള്ള പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെ കുറേ നാൾ പോയപ്പോൾ ഈ സരസമ്മയ്ക്ക് ഇവർക്ക് സാറാമ്മയ്ക്ക് മനസ്സിലായി ഇത് ചിലപ്പം പേരുദോഷം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അവർ രണ്ടിനും കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്തു. കുഞ്ഞച്ചൻ്റെ ദൗത്യം വിജയിക്കുന്ന മട്ടാണ്. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാം എന്ന് പറഞ്ഞൊരു ധാരണയിലെത്തിയോടുകൂടി തന്നെ ഈ ഈ കുഞ്ഞച്ചൻ്റെ പ്രവർത്തന മണ്ഡലം തന്നെ ഈ കുന്നേൽ വീട്ടിലോട്ട് മാറി. കുന്നേൽ വീട് ദൈവ ഭവനമായിട്ട് മാറുകയാണ്. അവിടെ വലിയ പന്തലിടുന്നു, അതിൽ പരവതാനി വിരിക്കുന്നു, അവിടുത്തെ പ്രഭാഷണങ്ങളെല്ലാം അതിൽ ചുറ്റും മതിൽക്കെട്ടിന് അപ്പുറം ഉയർന്നു പൊങ്ങുന്നു, മറ്റു സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചേരും. അവിടുത്തെ കുഞ്ഞച്ചൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആളുകൾ തുള്ളിച്ചാടി മറിഞ്ഞു വീഴാനും അവരെയൊക്കെ ഒതുക്കി കെടുത്താനും അവൻ്റെ ശിഷ്യന്മാർ, ഈ കുഞ്ഞച്ചൻ്റെ ശിഷ്യന്മാരുണ്ട്. അതുകൂടാതെ കുഞ്ഞച്ചൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി മറുഭാഷ പറയും. ദൈവത്തോട് സംസാരിക്കുന്നെന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കും. അത് കഴിഞ്ഞ് ഇപ്പം നടന്നു വരുന്നത് അവിടെ ചെന്ന് നിന്ന് ഇയാൾ പ്രത്യേകം തുള്ളി പ്രാർത്ഥിക്കും. കുറെ കഴിഞ്ഞ് ബോധം കെട്ട് വീഴും, പോലെ അഭിനയിക്കും. ഉടനെ തന്നെ ശിഷ്യന്മാർ എടുത്ത് മുറിക്കകത്ത് കൊണ്ടുപോകും. അതാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഇത് നടന്നു വരുവേ ഇവനെപ്പറ്റി ഈ സാറാമ്മ ഇവൻ്റെ കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞു. പക്ഷെ അവിടെ നിന്നുള്ള തിരോധാനത്തെപ്പറ്റി അറിയണമല്ലോ. അപ്പോൾ ഈ അവൻ്റെ സങ്കേതത്തിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ കയറി. അപ്പോൾ അയാളുടെ ചെന്ന് ആവശ്യം പറഞ്ഞു, ചീട്ടെടുത്തു. രഹസ്യമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അപ്പോൾ അവരെ കണ്ടെത്താനുള്ള വഴി കാട്ടിത്തരണം. അതിനെന്താ, ഞാൻ അപ്പം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ മുട്ടിന്മേലെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ആൾ തലകുത്തനം അറിയാനും ചാടാനും തുള്ളിച്ചാടാനും മറുഭാഷ പറയാനും പറഞ്ഞു. ഇതിൻ്റെ ഒടുവിൽ ആളുകൾ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. ആശ്വാസമായി. തിരിച്ചപ്പോഴൊന്നും ചോദിക്കാൻ പറ്റിയില്ല. കാര്യം ഇയാൾ ഒരു വല്ലാത്ത ദൈവത്തിൻ്റെ അടുത്ത ആളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. എന്തായാലും ജീവിച്ചിരിപ്പുണ്ടെന്നൊരു കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് അന്വേഷിക്കുക, ഇനി സാവകാശം ചോദിക്കാമെന്നാവും മടങ്ങിപ്പോന്നു. അങ്ങനെ ഈ കുറേ നാളായിട്ട് ഇതൊക്കെ തിരിച്ച് ഒരു വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞച്ചനെ പറ്റിയുള്ള അന്വേഷണം നടത്തി. കുഞ്ഞച്ചനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഇയാൾ കണ്ടമാനം ഈ വിവാഹ തട്ടിപ്പ് കേസ് അടക്കമുള്ള തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണെന്നും ഇയാൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് കിടന്നപ്പോഴൊരു പരിചയപ്പെട്ട ഒരു ചെറിയാച്ചനെന്നാണ്. അപ്പോൾ ചെറിയാച്ചനോട് പറഞ്ഞിരുന്നു ഇയാൾ, നമുക്കിത് ഇനി ആ തട്ടിപ്പ് വേണ്ട, നമുക്ക് ഇപ്പം ഏറ്റവും നല്ല ലാഭകരമായിട്ടുള്ള ബിസിനസ് ഭക്തിമാർഗമാണ്, ദൈവത്തിൻ്റെ പേരിൽ അങ്ങ് ഇറങ്ങാം എന്ന് ജയിലിൽ വെച്ച് തീരുമാനിച്ചു. പക്ഷെ ആദ്യം ജാമ്യത്തിൽ ഇറങ്ങിയത് ഈ കുഞ്ഞച്ചനാണ്. അവൻ പുറത്തിറങ്ങി ചെറിയാച്ചൻ്റെ വീട്ടിലെത്തി. അവൻ്റെ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് അവിടെ നിന്ന് നീക്കണം. ചെറിയാച്ചൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് സഹോദരി ഒരു കുഞ്ഞിനെയും പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞച്ചനെ അന്വേഷിച്ചിട്ട് കാണാനില്ല. പക്ഷെ കണ്ടെത്തിയ സമയത്ത്, ഞങ്ങളോട് പറയുന്നതാണ്, കണ്ടെത്തിയ സമയത്ത് അവന് തൊടാൻ പറ്റാത്ത അത്ര ഉയരത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇനിയും അവനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ, ഞാൻ വിവരങ്ങൾ ഇനിയും തരാം എന്ന് പറഞ്ഞാൽ ചെറിയാച്ചൻ മൊഴി നൽകി മടങ്ങിപ്പോയത്. അടുത്ത അന്വേഷണം ഇങ്ങനെ ഞങ്ങൾ എന്നിട്ടും രഹസ്യമായിട്ട് അന്വേഷിക്കാൻ ഞങ്ങളൊരു പോലീസുകാരനെ അവൻ്റെ സങ്കേതത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന ഒരു ദിവസം പറഞ്ഞു, അയാളെ വന്ന് പറഞ്ഞാണ്, ഒരു ദിവസം പ്രാർത്ഥന ഇങ്ങനെ കത്തിക്കയറി നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ പെട്ടെന്നിങ്ങനെ തുള്ളി ചാടി വന്നിട്ട് ചാടി മറിഞ്ഞ് നിന്നിട്ട് വിളിച്ചു പറയാണ്,
എൻ്റെ ആ ശരീരത്ത് കൂടിയിരിക്കുന്ന ആത്മാവ് ഈ സാറാമ്മ ചേച്ചിയുടേതാണെന്ന് പറഞ്ഞ് ഇവരങ്ങ് പ്രൊഫസർ. കേട്ടിരുന്ന വിശ്വാസികളുടെ ഇടയിൽ ഒരു സംസാരമായി. ഈ വിശുദ്ധൻ കുഞ്ഞച്ചൻ പറഞ്ഞിരിക്കുന്നത് ഈ ഈ സാറാമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത് എൻ്റെ അടുത്ത് ഈ ആത്മാവ് കയറിയിരിക്കുന്നത് ഈ കാണാതായ സാറാമ്മേനെ. ആകെ കുഞ്ഞച്ചൻ ചമ്മിപ്പോയി. കാരണം ചുമ്മാ കുഞ്ഞച്ചൻ്റെ മുഖത്താണ് എല്ലാവരും നോക്കുന്നത്. അയാളാണ് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്. ഇവള് പറയുന്നത് ഇങ്ങനെ എൻ്റെ ദേഹത്ത് കൂടി. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആത്മാവിന് മറ്റൊരാളുടെ ദേഹത്ത് കയറാൻ പറ്റില്ല. അപ്പം മരിച്ചു എന്നാണ് സ്ത്രീ പറയുന്നത്. കുഞ്ഞച്ചൻ വിട്ടില്ല. കുഞ്ഞച്ചൻ ഒരു അടവ് മാറ്റി. കുഞ്ഞച്ചൻ പറഞ്ഞു, അവൾക്ക് വട്ടാണ്, പ്രാന്താണ്, അവളെ പിടിച്ച് കെട്ടിയിടൂ. ഉടൻ ശിഷ്യന്മാർ ഓടി വന്ന് പിടിച്ച് കെട്ടി കൊണ്ടുപോവുകയും ചെയ്തു. മറ്റൊരു സംഭവം കൂടെ അതിനിടയ്ക്കുണ്ടായി. ഈ ഒരു ദിവസം കുഞ്ഞച്ചൻ ഇങ്ങനെ പ്രസംഗിച്ച് കത്തി നിൽക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഒരു സ്ത്രീ കയറി വരുന്നു. ഒരു കുഞ്ഞുമായിട്ട് ഒരു പയ്യൻ, ആൺകുട്ടിയായിട്ട് കയറി വന്നിട്ട് അവർക്ക് പേടിയൊന്നുമില്ല, ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞു, ഇവൻ കള്ളനാണ്, ഇവൻ എന്നെ ചതിച്ച് മുങ്ങിയവനാണ്, ഇവൻ എന്നെ ചതിച്ച് ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് ഇതായിരിക്കുന്നത്, നിങ്ങൾ ആരും ഇവനൊന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് ഇവരങ്ങ് സ്റ്റേജിൽ കയറി പറഞ്ഞു. ഇത് കേട്ട വിശ്വാസികൾ ആ കൂടെ വിഷമിച്ചു. ഇവരുടെ ആരാധന പാത്രമല്ലേ കുഞ്ഞച്ചൻ, അവനിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആളുകൾ അറിയുമ്പം വലിയ ഇതല്ലേ. ഉടനെ കുഞ്ഞച്ചനല്ലേ ആള്, കുഞ്ഞച്ചൻ ഉടനെ അടവ് മാറ്റി. ഉടനെ ഒരു പ്രാർത്ഥന, എൻ്റെ ദൈവമേ നീ വലിയവനാണ്, ഞാൻ എത്ര നാൾ എൻ്റെ ഭാര്യയെ അന്വേഷിച്ച് നടന്നു, എൻ്റെ മകനെ അന്വേഷിച്ച് നടന്നു, നീ എൻ്റെ മുമ്പിൽ എത്തിച്ചല്ലോ, നീ മഹോന്നതനാണ്. ആളുകൾ ചോദിച്ചു, ശരിയാണ്, ഇയാൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയില്ലല്ലോ. പക്ഷെ ശക്തമായ പ്രാർത്ഥന കൊണ്ട് അല്ലേ തിരിച്ചു വന്നത്. ആ രംഗം അതിജീവിക്കാനും കുഞ്ഞച്ചന് കഴിയും. ഈ കുഞ്ഞച്ചനെ പോലെ ഇത്തിരി വാക്സാമർത്ഥ്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ മുക്കിന് ഈ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ തുടങ്ങാമെന്നാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിന് ലൈസൻസോ മറ്റേ ഇതോ ഒന്നും എടുക്കണ്ട, ആരുമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. ഒരു 10 ആളുകളെ കൂട്ടുക, ചെന്ന് എവിടെയെങ്കിലും ഒരു കെട്ടിടത്തിൽ ഒരു 10 മീറ്റിംഗ് കൂടുക, അത് തന്നെ പള്ളി, സഭ. ഇത് ബൈബിളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ഇത്രത്തോളം മുതലെടുക്കുന്ന അവരുടെ വളർച്ച, അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അത് ഞാൻ പറയാതെ തന്നെ കോട്ടയത്ത് ഉള്ള കാര്യങ്ങൾ നാലുപേർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോടിക്കണക്കിന് സമ്പാദിച്ച വ്യക്തികളുണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. പിന്നെ ഇതിനൊക്കെ അവസാനം വരുമല്ലോ. പല കള്ളങ്ങൾ പൊളിയുന്നതാണ് അവസാനം. അതിനുമുമ്പ് അവർ രക്ഷപ്പെടുകയും ചെയ്യും. അവരുടെ കുടുംബം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തലമുറ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞച്ചനെ ഈ വിവരവും അറിഞ്ഞോടുകൂടി ഈ സ്ത്രീയുടെ സഹോദരൻ ചെറിയ അച്ഛൻ അയാളെ മൊഴി എന്തായാലും രേഖപ്പെടുത്തി ഒരു കേസ് എടുത്തളയാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നു. മീറ്റിംഗ് കൂടി ഇയാൾ രാത്രി 9 മണിക്കുള്ള പ്രത്യേക പ്രാർത്ഥനയിലാണ് ഇയാളെ തുള്ളിച്ചാട്ടവും ഇയാളുടെ അവസാനത്തെ പ്രാർത്ഥന. ഉടനെ തന്നെ ഇയാൾ മറുഭാഷ പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അയാൾ തുള്ളി മറിഞ്ഞ് ബോധം കെട്ട് വീണതും ഞങ്ങളാണ് അവനെ തൂക്കിയെടുത്ത് അതിന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഭക്തന്മാർ നോക്കിയപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിക്കാണോ, ആശുപത്രി കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ആംബുലൻസ് പറഞ്ഞ് നിർത്തിയില്ല. ഞങ്ങൾ ആംബുലൻസ് കയറ്റി അവനെ കൊണ്ടുപോകും. ഭക്തന്മാർ നോക്കിയപ്പോൾ ആശുപത്രി കൊണ്ടുപോകണം. പക്ഷെ ആ ആംബുലൻസ് ചെന്ന് നിന്നത് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. അവിടെ എത്തി ബോധം തെളിഞ്ഞു വന്ന കുഞ്ഞച്ചൻ നോക്കുമ്പോൾ എത്തിപ്പെട്ട സ്ഥലം വശക്കേടാണ്, ക്രൈംബ്രാഞ്ച് ഓഫീസാണ്. മാത്രമല്ല അവിടെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഈ സാറാമ്മയെ കുഴിച്ചു മൂടുന്നത് കണ്ട സാക്ഷി, അതിന് സഹായിച്ച സാക്ഷി ഇപ്പം അവിടെ നിൽക്കുന്നത് നമ്മളവിടെ. അവനെ കൂടെ കണ്ടതോടുകൂടി കുഞ്ഞച്ചൻ ഫ്ലാറ്റ്. അപ്പോൾ പറഞ്ഞു, ഇത് ദേവദാസനൊക്കെ തന്നെ, അതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല, എന്തു വെച്ചു, കോടികൾ ഇതിൻ്റെ കയ്യിലുണ്ടെന്ന് അറിയാം. ഈ സാറാമ്മയെ കാണാതായതിൻ്റെ പിന്നിലെ രഹസ്യം എവിടെയാണ് അവരെ കുഴിച്ചിട്ടത് അത് പറ. കാരണം കണ്ട സാക്ഷിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇനി എന്താ കള്ളം പറയാൻ, ഇയാൾ കുറ്റസമ്മതം നടത്തി.
ഇങ്ങനെ ഈ സാറാമ്മയുടെ വസ്തുവകളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടി അവരെ കൊലപ്പെടുത്തിയതാണ്. അവരെ ഞാൻ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയത് ആ പ്രത്യേക സ്ഥലത്താണ്. ഇപ്പം ഞാൻ പ്രത്യേക പ്രാർത്ഥന, അവസാനത്തെ പ്രാർത്ഥന നടത്തുന്നത് അതിൻ്റെ മുകളിൽ നിന്നാണ്. സാറാമ്മയുടെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നാണ് സംഭവിച്ചു. കുറ്റസംഭവം നടത്തി ഇയാളിൽ കോടികളുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഇയാൾ പ്രസംഗിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ സ്വർണവും പണ്ടം ഒന്നും സ്വർഗത്തെ കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെ നശിപ്പിക്കണം. ഈ പ്രസംഗം കേൾക്കാതിരിക്കുന്ന ഇയാളെ വായനത്ത് വിഴാതെ കേൾക്കാതിരിക്കുന്ന ഭക്തജനങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചതും ഇയാളുടെ കൺമുമ്പിലാണ്. അതെല്ലാം കൂടെ വരിഞ്ഞ് കെട്ടി ശിഷ്യന്മാരെ കൊടുത്തേച്ച് ഇത് എവിടെയെങ്കിലും കടലിൽ കൊണ്ട് കളഞ്ഞേരെന്ന് പറഞ്ഞു. ഇതൊക്കെ അവൻ്റെ കയ്യിൽ വരുന്ന ഇടപാടുകളാണ്. അങ്ങനെ തന്നെ എത്ര കോടികൾ അവൻ്റെ ഉണ്ട്. അപ്പോൾ നിൻ്റെയിൽ എത്രത്തോളം പണം ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ സത്യം അറിയാൻ വേണ്ടി ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടിച്ചല്ലോ. ഇനി നീ കുറച്ച് നാൾ ജയിലിൽ കിടന്നാൽ മതി. അങ്ങനെ അയാളെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അവൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നേരെ RDOയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തു. RDO കൊണ്ടുവന്നു. അടുത്ത ദിവസം ഇവൻ്റെ ആ കുന്നേൽ വീട്ടിലെത്തി, ആ സമയത്തിലെത്തി ആ സ്ഥലം ഇയാൾ കാണിച്ചു തന്ന സ്ഥലം പോയിച്ചു. 1 വർഷത്തോളമായി കഴിഞ്ഞിരിക്കുന്നു സാറാമ്മയെ കാണാതായിട്ട്. അപ്പോൾ അതിൻ്റെ മാംസമെല്ലാം പോയി ഒരു പ്ലാസ്റ്റിക് ചാക്കുകെട്ടിലാണ് കുഴിച്ചിട്ടത്. അകത്താക്കിയാണ് കുഴിച്ചിട്ടത്. അസ്ഥിക്കഷ്ണങ്ങൾ ഇതെല്ലാം കൂമ്പാരമായി കിടന്നു. അത് കിട്ടി. പക്ഷെ അതിനകത്ത് നിന്നും ഈ സാറാമ്മയുടെ ഒരു മോതിരവും കാലിൽ ഒരു സ്വർണ്ണക്കൊലുസും 2 സ്വർണ്ണക്കൊലുസുകളും കിട്ടപ്പോൾ അത് ബന്ധുക്കൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത് തന്നെ നമുക്കത് ഒരു തെളിവായി എടുക്കുന്ന കൂടാതെ ഇതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു. നേരെ കുഞ്ഞച്ചന് കയ്യിൽ വിലങ്ങ് അണിയിച്ച് കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്തു. കുഞ്ഞച്ചൻ സ്വർഗത്തിൽ നിന്ന് ശപിക്കപ്പെട്ട് പുറത്തേക്ക് തള്ളപ്പെട്ട ആ മാലാഖയെപ്പോലെ, ലൂസിഫറിനെ പോലെ തല കുമ്പിട്ട് നടന്നു പോകും. അപ്പോഴും ഇതെല്ലാം സാത്താൻ്റെ പരിപാടികളാണ്, ഇതിനെല്ലാം നമ്മൾ അതിജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പുരുഷന്മാർ കൂടിക്കൂടി വരും. അവരുടെ പാട്ടും പ്രാർത്ഥനകളും കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്നും മുഴങ്ങിക്കേൾക്കാറുണ്ട്. ഞാനൊരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയില്ല. എന്തായാലും കുഞ്ഞച്ചൻ്റെ കഥ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.